എന്നെങ്കിലും ഈ പറയുന്ന ഈ മൂരാച്ചികളൊക്കെ ഒന്ന് ചത്തൊടുങ്ങില്ല, അപ്പോഴെങ്കിലും നല്ല ജനറേഷന് സിനിമ എടുക്കാനുള്ള സൗഭാഗ്യം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. Krishna's color key. Let's talk, let's chat and let's enjoy. നമസ്കാരം. കൃഷ്ണാസ് കോളേജിലേക്ക് എപ്പോഴും പറയുന്ന പോലെ തന്നെ സ്വാഗതം. അപ്പോൾ ഇന്ന് നമുക്ക് വേണമെങ്കിൽ കുറച്ച് എന്താ പറയുക, കുറ്റം പറഞ്ഞു തുടങ്ങാം ആരുടെയെങ്കിലുമൊക്കെ അല്ലേ. ഇപ്പം ഹരീഷ് കണാരൻ ഇപ്പം കുറച്ച് വിവാദമൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഞാനും വിചാരിച്ചു കുറേ നാളായി ഇപ്പോൾ പുള്ളീനെ പല പല സിനിമയിലും കാണുന്നില്ല. അപ്പോൾ സിനിമയിൽ കാണാതാവുന്നത് എങ്ങനെയാണെന്നുള്ളതൊക്കെ ഇപ്പം എല്ലാവർക്കും മനസ്സിലായി കാണുമല്ലോ. അപ്പോൾ ഹരീഷ് കണാരനും ബാദുഷ വിഷയം നല്ല പോലെ ചൂടുപിടിച്ച് ഈ സമയത്ത് എനിക്ക് ഓർമ്മ വന്നു. പക്ഷേ ബാദുഷ എന്ന് പറയുന്നത് പ്രൊഡക്ഷൻ കൺട്രോളറാണല്ലോ. അപ്പോൾ എനിക്ക് ഓർമ്മ വന്നത് പെട്ടെന്ന് എൻ്റെ ഒരു ശ്രീലങ്കൻ സുന്ദരി ഫസ്റ്റ് ഫിലിമിൻ്റെ പ്രൊഡക്ഷൻ കൺട്രോളർ മുരുകനെ കുറിച്ചാണ്. ഞാനിതുവരെ ഒരിടത്തും പറഞ്ഞിട്ടില്ലായിരുന്നു എന്ന് തോന്നുന്നത്. അപ്പോൾ പുള്ളി തുടക്കത്തിലൊക്കെ നല്ല ഒരു വ്യക്തിയെ പോലെയൊക്കെ നമുക്ക് ഫീൽ ചെയ്തിരുന്നു. അപ്പോൾ പ്രൊഡക്ഷൻ കൺട്രോൾ മുരുകൻ എന്ന് പറയുന്നത് ഈ കൂടെ ഉള്ളവർക്ക്, അവരുടെ കൂടെ വർക്ക് ചെയ്യുന്നവർക്ക് മാത്രം പൈസ ഉണ്ടാക്കി കൊടുക്കുന്ന ഒരു ഡിവൈസ് എന്ന് വേണമെങ്കിൽ നമുക്ക് കരുതാം. പക്ഷേ പുതുതായിട്ടൊരു പ്രൊഡ്യൂസറോ പുതുതായിട്ടൊരു ഡയറക്ടറോ ഒക്കെ വരുമ്പോഴത്തേക്കും അവരെയും വെൽക്കം ചെയ്യണം ഇല്ലേ. കാര്യം ഇനിയും ഈ ഒരു ഇൻഡസ്ട്രി മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ ഒരേ പഴയ ആൾക്കാർ മാത്രം വെച്ചാലേ ഇൻഡസ്ട്രി ഇല്ല. പുതിയ ജനറേഷനിൽ വരുന്ന പുതിയ ആൾക്കാരെയും കൂടെ ഉൾപ്പെടുത്തി കൊണ്ടുപോവുക തന്നെ വേണം. പക്ഷേ ഇപ്പോൾ ഈ മനുഷ്യൻ്റെ എന്താ കാര്യം പറയാൻ വന്നതെന്നുണ്ടെങ്കിൽ, ഞാൻ സെൻസറിങ്ങിന് ഇപ്പോൾ തുടക്കത്തിൽ തന്നെ പൈസയുടെ ഒരു വലിയ എമൗണ്ടൊക്കെ ഇട്ട് നമുക്ക് തന്നു. പിന്നെ നായകനൊക്കെ ഒത്തിരി പൈസ മേടിച്ചു കൊടുത്തു, ഇതൊക്കെ ചെയ്തു. ഇനി പുറമെ പുള്ളി നമുക്ക് ചേംബറിൽ രജിസ്റ്റർ ചെയ്യണം. ഇപ്പോൾ കേരള ഫിലിം ചേംബറിൽ നമ്മളുടെ ഫിലിം രജിസ്റ്റർ ചെയ്യണം. അപ്പോൾ പുള്ളിക്കാരൻ തന്നെ എല്ലാ കാര്യങ്ങളും ചെയ്തോളാം തന്നെ പേപ്പറും മുൻതൂക്കം മേടിച്ചുകൊണ്ട് പോയി. പക്ഷേ നമ്മൾ സിനിമയുടെ റിലീസിങ്ങിന് മുമ്പേ ആയിരിക്കും 3-4 മാസം മുമ്പേ വരെ അല്ലെ ഓൾമോസ്റ്റ് ഓൾ വർക്ക് ഫിനിഷ് ചെയ്തു, എന്നിട്ട് പോലും രജിസ്ട്രേഷൻ നടന്നില്ല. അപ്പം നമുക്കിതിന് സെൻസർ ചെയ്യാൻ പോകണമെങ്കിൽ ശരിക്കും പറഞ്ഞാൽ ഏതെങ്കിലും ഓർഗനൈസേഷൻ നമുക്ക് കുറച്ച് പേപ്പേഴ്സ് ഡോക്യുമെൻറ്റ്സ് തരണം. സെൻസറിന് പോകുമ്പോൾ ഗവൺമെൻറ് അറിയില്ല നമ്മൾ ശരിക്കും ഈ സിനിമ നമ്മൾ ചെയ്താണോ അങ്ങനെയാണോ എന്നൊക്കെ പറഞ്ഞാൽ. അപ്പോൾ അത് പ്രൂഫ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് ഡോക്യുമെൻറ്റ്സ് വേണം. അപ്പോൾ അന്ന് ഇപ്പം ഞാനൊരു വേറൊരു സംഘടന അവസാനം എനിക്ക് ചേംബറിൽ നിന്ന് കിട്ടാത്തതുകൊണ്ട് ഇത് ടേക്സ് ടൈം എന്നുള്ള അറിഞ്ഞുകൊണ്ട് വേറൊരു സംഘടനയിൽ നിന്ന് ഞാനൊരു പേപ്പർ മേടിച്ചു കൊണ്ടുപോയി പബ്ലിസിറ്റി ക്ലിയറൻസിന് വേണ്ടി കൊടുത്തു. സെൻസറിങ് എല്ലാം കഴിഞ്ഞു. അപ്പോൾ സെൻസറിങ് കഴിഞ്ഞപ്പോഴത്തേക്കും ഈ പറയുന്ന മുരുകൻ വിളിച്ചു. അതിൽ ചെയ്ത പണി എന്താണെന്നുണ്ടെങ്കിൽ, നമ്മളിപ്പം ഏജൻറ്റിൻ്റെ കൊടുത്തു, സെൻസർ ചെയ്യാനായിട്ട് സബ്മിറ്റ് ചെയ്തു അവിടെ ഡോക്യുമെൻറ്റ്. അപ്പോൾ ഡോക്യുമെൻറ്റ് സബ്മിറ്റ് ചെയ്തപ്പം സെൻസറിങ് ഓഫീസർ, അവിടെ ഒരു ഓഫീസറുണ്ട് റിസപ്ഷനിലിരിക്കുന്നത്. അപ്പോൾ പുള്ളിയുടെ പേര് ഞാൻ പറയുന്നില്ല. അപ്പോൾ പുള്ളിക്കാരൻ എന്നോട് ഞാൻ ചെന്നിട്ട് പറഞ്ഞു, ഞാൻ ഗൾഫിൽ നിന്ന് വരികയാണ്, അപ്പോൾ അതുകൊണ്ട് എനിക്ക് പെട്ടെന്ന് തന്നെ ചെയ്ത് കിട്ടും. കാര്യം ഇന്ത്യയിലൊരു സിസ്റ്റമുണ്ട്, ഭാരതത്തിനൊരു സിസ്റ്റമുണ്ട്. അതായത് നമ്മൾ ഫോറിനേഴ്സ് ആണെങ്കിൽ നമ്മളൊരു ബിസിനസ് എന്തെങ്കിലും ചെയ്യാൻ താല്പര്യപ്പെടുന്നുണ്ടെങ്കിൽ നമ്മൾ ഫോറിനേഴ്സിനെ ഫസ്റ്റ് ഹെൽപ്പ് ചെയ്യണം എന്നുള്ളതാണ് നിയമം. അപ്പം അങ്ങനെ ഒരു നിയമം ഉണ്ടെന്നാണ് എൻ്റെ വിശ്വാസം, ഉണ്ടെന്ന് തന്നെയാണ്. കാര്യം അവരും അത് വിശ്വസിക്കുന്നുണ്ട്, അങ്ങനെ തന്നെയാണ്. അപ്പം നമുക്ക് ഫ്ലൈ ചെയ്ത് വരാനും പോകാനുള്ള ബുദ്ധിമുട്ട് നമുക്കുള്ളതുകൊണ്ട് നമുക്ക് നേരത്തെ കൂട്ടി ഡേറ്റ് തരണം എന്നുള്ളതാണ്. അപ്പം ഞാൻ പോയി റിക്വസ്റ്റ് ചെയ്തപ്പം അയാൾ പറഞ്ഞ ഡയലോഗാണ് ഡ്രസ്സ്. നിങ്ങൾ അബുദാബിയിലാണെങ്കിൽ കൊള്ളാം, ഞാനെന്ത് വേണം, എനിക്കിപ്പോൾ ഇവിടെ ഇഷ്ടംപോലെ സിനിമ അങ്ങ് അട്ടിക്കണക്കിന് അടുക്കി വെച്ചേക്കുക. അപ്പോൾ അതുകൊണ്ട് ഈ സിനിമയൊക്കെ കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് ഡേറ്റ് തരാൻ പറ്റുള്ളൂ എന്നോട് പറഞ്ഞതാണ്. അപ്പോൾ എനിക്ക് വെച്ചാൽ അത്ര നന്നായിട്ട് ഫീൽ ചെയ്തില്ല. ഒന്നാമത്തെ കാര്യം, നമ്മൾ സ്ത്രീകൾ ചെല്ലുമ്പോൾ കുറച്ചുകൂടെ ബഹുമാനത്തോടെ ബിഹേവ് ചെയ്യണം. പക്ഷേ അയാൾക്ക് അങ്ങനെ ഒരു ബിഹേവിയർ ഉണ്ടായില്ല. അപ്പോൾ അപ്പോഴും നമ്മൾ വിചാരിക്കുന്നില്ല ഇതിൻ്റെ പിന്നിൽ കളിക്കുന്നത് നമ്മുടെ പ്രൊഡക്ഷൻ കൺട്രോളർ ആണെന്നൊന്നും ഞാൻ വിചാരിക്കുന്നില്ല. അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം സെൻസറിങ്ങിന് അപ്പോൾ അത് നടക്കില്ല. അപ്പം ഞാൻ ഐ വെയിറ്റഡ് 3-4 days, എന്നിട്ടും എനിക്കൊരു ഡേറ്റ് കിട്ടിയില്ല. അപ്പോൾ ഓൺലൈനിലൂടെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ഡേറ്റ് കിട്ടേണ്ടതാണ്, പക്ഷേ കിട്ടിയില്ല. ഒന്നുകിൽ നമ്മൾ നേരെ പോ എന്നുള്ള രീതിയിൽ, അല്ലെങ്കിൽ നമ്മൾ വളഞ്ഞ വഴി ചൂസ് ചെയ്യണം അല്ലേ. അപ്പോൾ എന്താണെന്ന് പറഞ്ഞാൽ പിന്നെ നമ്മൾ പൊളിറ്റിക്കലി തന്നെ നമ്മൾ ഇറങ്ങുക. അങ്ങനെ ഞാൻ പൊളിറ്റിക്കലി എന്നെ ഹെൽപ്പ് ചെയ്തു ഒരു മാമുണ്ട്. മാം ഹെൽപ്പ് ചെയ്തത് കാരണമാണ് എനിക്ക് സെൻസർ ബോർഡിലെ ഓഫീസറുമായിട്ട് സംസാരിക്കാൻ കഴിഞ്ഞതും. അദ്ദേഹം എന്നെ വിളിച്ചിട്ട് ഇന്ന് തന്നെ ഡേറ്റ് തരാമല്ലോ, ഇവിടെ 2 സിനിമയുണ്ട്, നിങ്ങൾക്ക് ഈവനിങ്ങിൽ പറ്റുമെങ്കിൽ. ഞാൻ പറഞ്ഞു, സാർ ഞാൻ ഇതിന് വേണ്ടി വെയിറ്റ് ചെയ്ത് ഇവിടെ ട്രിവാൻഡ്രത്ത് വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. അപ്പോൾ എനിക്ക് ഫിലിം സെൻസറിങ് കഴിഞ്ഞാലേ എനിക്ക് പോകാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അടുത്ത ദിവസം മൺഡേ എന്നെ വിളിക്കുന്നു, ട്യൂസ്ഡേ ഞാൻ ഓൾമോസ്റ്റ് 1 വീക്കായി വന്ന് നിൽക്കുന്നു. എനിക്ക് നെക്സ്റ്റ് വീക്ക് തിരിച്ച് കയറി പോകണം എങ്ങനെയില്ല, കാര്യം നമുക്ക് നമ്മുടേതായ ബിസിനസ്സും കാര്യങ്ങളൊക്കെ ഉള്ളതാണല്ലോ. അപ്പോൾ മൺഡേ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു ട്യൂസ്ഡേ തന്നെ സെറ്റാക്കി. അപ്പം ഞങ്ങളതെല്ലാം പോയി റെഡിയാക്കി കണ്ടതിന് ശേഷം അപ്പോൾ ഈ ഇരിക്കുന്ന എന്നെ അപമാനിച്ച് ഇൻസൾട്ട് ചെയ്ത ഒരു ഓഫീസർ ഉണ്ടല്ലോ,
ഇൻസൾട്ട് ചെയ്യാൻ ശ്രമിച്ച്, ഇൻസൾട്ടഡ് ആണ്, നമ്മൾ ഇൻസൾട്ട് സ്വീകരിച്ചാലേ ഇൻസൾട്ടഡ് ആവുള്ളൂ. ഞാനത് സ്വീകരിക്കാനേ പോയില്ല. അപ്പം അയാൾ ശ്രമിച്ച ആ ഓഫീസറുണ്ട്. ഇപ്പോൾ ചിത്രാഞ്ജലിക്കുള്ളിലാണ് സെൻസർ ബോർഡ്, അവിടെയാണ് നമ്മൾ അപ്ലൈ ചെയ്യാൻ പോകേണ്ടത്. അപ്പോൾ ഞാൻ അവിടെ പിന്നെ പോയില്ല, നേരെ നമ്മൾ തിയേറ്ററിൽ പോയി ഫിലിമെല്ലാം അവർ സെൻസർ ചെയ്തതിന് ശേഷം എന്നോട് ചോദിച്ചു, ഇതിൽ സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് തരണം, അതൊരു പ്രശ്നമില്ല എന്നൊക്കെ പറഞ്ഞപ്പോൾ അപ്പം ഞാനൊന്ന് പെട്ടെന്ന് തന്നെ റിക്വസ്റ്റ് ചെയ്ത് എനിക്ക് സർട്ടിഫിക്കറ്റ് എപ്പോൾ കിട്ടും, എനിക്ക് ഉടനെ കിട്ടിയാൽ കൊള്ളായിരുന്നു. അപ്പോൾ പുള്ളി എന്നോട് പറഞ്ഞാണ് നാളെ തന്നെ ഞാൻ ഇഷ്യൂ ചെയ്യാം എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്കത് ഇഷ്ടമായി. നാളെ പക്ഷേ ടു ഫാസ്റ്റാണ് നമ്മുടെ സിസ്റ്റം എന്ന് പറയുന്നത്, ഭാരതത്തിലെ സിസ്റ്റം. പക്ഷേ എവിടെയാണ് ഇത് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതെന്ന് ആളുകളാണ്, വർക്ക് ചെയ്യുന്ന ആളുകൾ അവരവരുടെ രീതിക്കനുസരിച്ചും തോന്നിയാസം കാണിക്കുന്നതുകൊണ്ടാണ് പലതും ഡിലേഡ് ആവുന്നത്. അപ്പോൾ എനിക്ക് അന്ന് ആക്ച്വലി അപ്പോൾ തന്നെ 5 മണിക്ക് ഞങ്ങളുടെ ഫിലിം ഫിനിഷായി, കണ്ടു കഴിഞ്ഞിട്ട് 5:30 സൈൻ ചെയ്ത് കഴിഞ്ഞിട്ട് ഞാനൊരു 6:30 7 ആകുമ്പം 1.5 മണിക്കൂറുണ്ട് വീട്ടിലെത്താനായിട്ട്. ഒരു ട്രാഫിക്കിലെ ഇടയിലൊക്കെ പറ്റി ഞാൻ വീട്ടിലെത്തിയപ്പോൾ 6:30 7 എനിക്ക് മെസ്സേജ് വന്നു, യുവർ സർട്ടിഫിക്കറ്റ് ഇസ് ഇഷ്യൂഡ് എന്ന് പറഞ്ഞു. അപ്പോൾ ഇത് ബോംബെയിൽ പോയിട്ട് ക്ലിയറൻസ് കഴിഞ്ഞിട്ടാണ് സർട്ടിഫിക്കറ്റ് വരുന്നത്. അപ്പോൾ വിത്തിൻ 1.5 hours എനിക്ക് മെസ്സേജ് വരുന്നു, സർട്ടിഫിക്കറ്റ് ഇഷ്യൂഡ്, യു ക്യാൻ ഗോ ആൻഡ് കളക്ട് ഫ്രം ദ മെയിൻ ഓഫീസ് എന്ന് പറഞ്ഞു. അപ്പം ഞാൻ അടുത്ത ദിവസം രാവിലെ ചിത്രാഞ്ജലി പോകണം. അപ്പോൾ തന്നെ ഞാൻ 4 സീനാണ്, ലൈക്ക് മറ്റേ നമ്മളെ ഇൻസൾട്ട് ചെയ്യാൻ ഇരുന്നിരുന്ന ഒരു ഓഫീസറുണ്ടല്ലോ, അപ്പോൾ അയാൾ ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ സാധ്യതയുണ്ട് എന്നുള്ള ഞാൻ ചിന്തിച്ചിരുന്നു. അങ്ങനെ രാവിലെ 10 മണിക്ക് തന്നെ ഞാൻ മോർണിംഗിൽ ചെന്നിട്ട് അവിടെ വെയിറ്റ് ചെയ്യുക. പറഞ്ഞു സർട്ടിഫിക്കറ്റ് വന്നില്ല, സൈൻ ചെയ്ത് വന്നില്ല. അതിനോ തന്നെ എൻ്റെ മുമ്പിൽ വെച്ചിട്ടാണ് മെയിൻ ഓഫീസർ സൈൻ ചെയ്യുന്നതും കൂടെ നമ്മൾ മീൻസ് അവർ എന്നിട്ടാണ് സർട്ടിഫിക്കറ്റ് സ്കാൻ ചെയ്ത് അയച്ചു കൊടുത്ത് അവിടെ നിന്ന് അപ്രൂവ് ചെയ്തിട്ടാണ് വരുന്നത് ബോംബെ. സർട്ടിഫിക്കറ്റ് വന്നില്ല. ഞാൻ പിന്നെ എനിക്ക് മെസ്സേജ് ഉണ്ട്, ഓൾറെഡി സർട്ടിഫിക്കറ്റ് ഇഷ്യൂഡ് ആണ്, ഐ ക്യാൻ കളക്ട് ഫ്രം ഞാൻ ഇവിടെ എത്തിയിട്ടില്ല, സാറിൻ്റെ സൈൻ ഉണ്ട്, സൈൻ കിട്ടാതെ പറ്റില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങളവിടെ വെയിറ്റ് ചെയ്തു. അപ്പോൾ ഈ പുള്ളിക്കാരൻ്റെ ഓഫീസ് എന്ന് പറഞ്ഞാൽ ഓപ്പൺ ഓഫീസാണ്, അതിൻ്റെ പുറത്ത് നമുക്ക് വിസിറ്റേഴ്സിന് സീറ്റുണ്ട്, അവിടെ ഇരിക്കുകയാണ്. കാര്യം ഇങ്ങനെ ഇനി ഇറങ്ങി പോകണമെങ്കിൽ മെയിൻ എൻട്രൻസ് കൂടെ പോകുവാണെങ്കിൽ എനിക്ക് കാണാൻ പറ്റും. ഇതല്ലാതെ ഇനി വേറെ വഴി ഉണ്ടെങ്കിലും നമ്മൾ എങ്ങനെയെങ്കിലും പിടിക്കണം എന്ന് പറഞ്ഞ് ഞാൻ അങ്ങോട്ട് വെയിറ്റ് ചെയ്തിരിക്കുക. അപ്പം 10 ആയി, 11 ആയി, 12 ആയി, ചിന്തിക്കും. അപ്പോഴാണ് എനിക്ക് മനസ്സിലാവുന്നത്. അപ്പോൾ ഞാൻ പുറത്തൊക്കെ ഇറങ്ങി ഒന്ന് കാര്യം ഞാനും എൻ്റെ മോനും ഉണ്ട്, പിന്നെ എൻ്റെ കൂടെ സലിംഗയും കൂടെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് കഴിയുമ്പോൾ സലിംഗയും വന്നു. അപ്പോൾ സലിംഗ പറഞ്ഞു ഞാൻ ഇരിക്കാം, നിങ്ങൾ പുറത്തുനിന്ന് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ, കാര്യം അത്ര നേരം ഇരിക്കാമെന്ന് 2 hours ആയി. അതുകൊണ്ട് പുറത്തിറങ്ങിയപ്പോഴാണ് ഞാൻ കാണുന്നത് നമ്മുടെ ഈ പ്രൊഡക്ഷൻ കൺട്രോളർ മുരുകൻ്റെ ഒരു ഗ്രൂപ്പ് അവിടെ ഇന്ദ്രജിത്തുമായിട്ടുള്ള ഒരു മൂവിയുടെ ഷൂട്ടിംഗ് നടന്നുകൊണ്ടിരിക്കുക. അപ്പം ഇയാളുടെ കണ്ണ് ഫുൾ ഇവിടെയാണ്, എവിടെ ഞാൻ നിൽക്കുന്ന സ്ഥലത്ത്, അതായത് ഇതിന്ന് മേടിച്ചുകൊണ്ട് പോവോ ഇല്ലയോ എന്നുള്ള. ഇനി ആ ദിവസം ഞാൻ ആ സർട്ടിഫിക്കറ്റ് മേടിച്ചില്ല എന്നുണ്ടെങ്കിൽ അടുത്ത ദിവസം മുതൽ ഹോളിഡേ ആണ്. 2 ദിവസം വിനായക ചതുർത്ഥിയുടെ ഹോളിഡേ, അങ്ങനെ എന്തോ സംതിങ് ഹോളിഡേയ്സ് ആണ്, പിന്നെ സാറ്റർഡേ സൺഡേ വർക്കിംഗ് അല്ല. അപ്പോൾ എനിക്ക് പിന്നെ തിരിച്ച് ഫ്ലൈ ചെയ്ത് പോകാൻ പറ്റത്തില്ല അല്ലേ, ഇതിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കണം, അല്ലെങ്കിൽ നമ്മൾ രണ്ടാമത് വരണം. അപ്പോൾ ഫ്ലൈറ്റ് ചാർജസ് ആണ്. അപ്പോൾ അവിടെ വെയിറ്റ്. അപ്പം ഞാൻ കറങ്ങി തിരിഞ്ഞ് കുറേ, ഇപ്പം നമ്മൾ 12 മണിയായി, 12:30 ആയി, 1 മണിയായി. 1 മണിയായപ്പോഴത്തേക്കും ഞങ്ങൾ ഒന്നുകൂടെ ചെന്നിട്ട് ചോദിച്ചാൽ സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ഇപ്പോൾ വന്നിട്ടുണ്ട്, ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്ത്. അങ്ങനെ 1:15 ഇയാൾ 1:15 ഭക്ഷണം കഴിക്കാൻ ഇറങ്ങി ഓടും. അപ്പോൾ അതിന് മുമ്പേ അവിടെ നിന്ന് വിളിച്ച് സർട്ടിഫിക്കറ്റ് മേടിച്ചിട്ട് ഞങ്ങൾ പോത്തുള്ളൂ എന്നുള്ള രീതിയിൽ ഞങ്ങൾ ഫൈറ്റ് ചെയ്യാമെന്ന് പറഞ്ഞ് ഞങ്ങൾ ഇറങ്ങി ചെന്നപ്പോഴത്തേക്ക് പുള്ളി പറഞ്ഞു ഒരു 10 മിനിറ്റ് തരാമെന്ന്. അങ്ങനെ ഞങ്ങൾ ഹാർഡ് ഡിസ്ക് കൊടുത്തിട്ട് സർട്ടിഫിക്കറ്റ് മേടിച്ചിട്ടാണ് ഇറങ്ങിയത്. അപ്പോൾ ഈ 10 മണി മുതൽ 1:15 മണി വരെ ഞങ്ങളെ വെയിറ്റ് ചെയ്യിപ്പിച്ചത് അയാളുടെ ഒരു അടുത്തൊരു ഇൻസൾട്ടല്ലേ. അപ്പോൾ ഇതാണ് നമ്മളുടെ സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ കാരണമെല്ലാം പ്രൊഡക്ഷൻ കൺട്രോളർ മുരുകനാണ് കാരണം. കാര്യം ഇത് കഴിഞ്ഞപ്പോഴത്തേക്ക് സർട്ടിഫിക്കറ്റ് മേടിച്ചു എന്ന് കഴിഞ്ഞപ്പോൾ അയാൾ അന്ന് തന്നെ ഫോൺ ചെയ്തു, നിങ്ങൾ സർട്ടിഫിക്കറ്റ് മേടിച്ചോ എന്ന് പക്ഷേ പുള്ളി അറിഞ്ഞല്ലോ, ഉടനെ ഫോൺ ചെയ്തു. ഞങ്ങളന്ന് വൈകിട്ട് കാണുമെന്ന് ഞങ്ങൾ ചെന്നു. കണ്ടപ്പോഴത്തേക്കും ആൾ പറഞ്ഞ ഡയലോഗാണ്, സെൻസറിങ് ഒക്കെ കഴിഞ്ഞ് സർട്ടിഫിക്കറ്റൊക്കെ മേടിച്ചു എന്ന് എനിക്കറിയാം, അപ്പം എന്നാലും ഞാൻ പറയുകയാണ് മാഡം ഇങ്ങനത്തെ സിനിമകളൊന്നും നിങ്ങൾ എടുക്കാൻ പാടില്ല. ഞാൻ എങ്ങനത്തെ സിനിമ എടുക്കണമെന്ന് ഞാനല്ലേ ഡിസൈഡ് ചെയ്യുന്നത്, എൻ്റെ ഇഷ്ടമാണ്. അല്ല നിങ്ങൾ ഇനി സിനിമ എടുക്കുന്നുണ്ടെങ്കിൽ നോക്കൂ, പൈസ കൊണ്ട് തരിക ഞങ്ങളുടെ കയ്യിൽ, ഞങ്ങൾ സിനിമ എടുത്തു തരും നിങ്ങൾക്ക്. അയാളത് പറയാനായിട്ട് ഇതാണ് ഇവരുടെ രീതി. അപ്പോൾ ബോക്സിൽ നമ്മൾ പൈസയൊക്കെ നിറച്ച് അവരെ കയ്യിൽ കൊണ്ടുകൊടുത്തിട്ട് എനിക്കൊരു സിനിമ ചെയ്തു തരുമോ എന്ന് ഞാൻ അവരോട് ചോദിച്ചു കഴിയുമ്പം അവരെനിക്ക് എൻ്റെ പൈസ എടുത്തിട്ട്, അല്ലെങ്കിൽ ഞാൻ എവിടെ കളക്ട് ചെയ്ത് കൊണ്ടു കൊടുക്കുന്ന പൈസ ഇട്ട് അവരെനിക്ക് സിനിമ ചെയ്തു തരും. അങ്ങനെ വേണം നമ്മൾ സിനിമ ഇറക്കാൻ. നമ്മൾ പ്രൊഡ്യൂസറോ മാത്രമേ പാടുള്ളൂ. നമ്മൾ ഒരിക്കലും ഒരു വർക്ക് വേറെ ചെയ്യാൻ പാടില്ല. നമ്മൾ നോക്കിക്കുക. പിന്നെ ഇയാൾ ഇതുപോലെ പറ്റിച്ച 3-4 പേരുണ്ട്. ആ സിനിമയെന്ന് പറയുന്നത് എനിക്കൊന്ന് തിമിംഗല വേട്ട, അങ്ങനെ 3-4 എണ്ണം. ഒരു പ്രൊഡ്യൂസറെ 3 സിനിമ ഒരേ സമയം റൺ ചെയ്തുകൊണ്ടിരിക്കുകയാണെന്ന് എനിക്കെൻ്റെ ഓർമ്മ. അനുമേനൻ തന്നെയായിരുന്നു അതിൻ്റെ ആക്ടർ. അയാളുടെ ഫസ്റ്റ് ഫിലിം പകുതിയിൽ നിന്നു, പിന്നെ 2ാമത്തെ സിനിമ ഇറക്കിപ്പിച്ചു, 3ാമത്തെ. ഈ 3 ഇറങ്ങിയിട്ടില്ല എന്നാണ് എൻ്റെ വിശ്വാസം. ഇപ്പം അയാളെ കാണാനില്ല എന്നാണ് അറിയുന്നത്.
അപ്പോൾ ഇവരുടെ പരിപാടി ഇതാണ്. ഈ പ്രൊഡക്ഷൻ കൺട്രോളർ എന്ന് പറയുന്ന ടീമിൻ്റെ തന്നെ പരിപാടി ഇതാണ്. അപ്പോൾ എല്ലാ പ്രൊഡക്ഷൻ കൺട്രോളറും എങ്ങനെയാണെന്ന് അറിയത്തില്ല. ഇപ്പോൾ ഹരീഷ് കണാരൻ പറയുമ്പോഴാണല്ലോ നമ്മൾ വേറൊരാളെ കുറിച്ചും കൂടെ അറിയുന്നത്. അപ്പോൾ ഇതാണ് ഇവരുടെ സ്വഭാവ രീതി. പിന്നെ ഇവർ തന്നെ സെൻസർ ബോർഡും എല്ലാവരുമായിട്ട് കണക്ഷൻ ഉള്ളതുകൊണ്ട് എല്ലാവരും നമ്മളെ ബ്ലോക്ക് ചെയ്യും. എല്ലാവരും എങ്ങനെ ബ്ലോക്ക് ചെയ്യണം എന്നുള്ളത് അവരോട് ചോദിച്ചു തന്നാൽ മതി. ഈ ബ്ലോക്ക് ചെയ്ത് അവസാനം എന്താവും, ഞങ്ങൾക്കൊന്നും ഒരു പ്രശ്നം ഉണ്ടാവില്ല, ഞങ്ങൾ എങ്ങനെയെങ്കിലും എന്തെങ്കിലുമൊക്കെ സിനിമ ഇറക്കും. അപ്പോൾ ശ്രീലങ്ക സുന്ദരി എന്തായാലും ഇറക്കി. ഇനി രണ്ടാമത്തെ സിനിമയ്ക്ക് ഞാൻ ഇതുപോലെ തന്നെ വേറെ കഥയുണ്ട്, ഇഷ്ടംപോലെ കഥയുണ്ട്. അത് പറയാൻ ഞാൻ ഇനി വരുന്ന നാളുകളിൽ അതൊക്കെ ഞാൻ പറഞ്ഞു തരാം എന്തൊക്കെ ഇവർ ചെയ്ത് കൂട്ടിയിട്ടുണ്ട്. പിന്നെ ഈ ഞാൻ വിചാരിക്കുന്നത് എന്താണെന്നല്ലോ, എന്നെങ്കിലും ഈ പറയുന്ന ഈ മൂരാച്ചികളൊക്കെ ഒന്ന് ചത്തൊടുങ്ങില്ല, അപ്പോഴെങ്കിലും നല്ല ജനറേഷന് സിനിമ എടുക്കാനുള്ള സൗഭാഗ്യം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഓക്കെ, ബൈ ബൈ. Krishna's color key. Let's talk, let's chat, and let's enjoy.